മഹാഭക്തനായ അർജുനന്റെ തളർച്ചയിൽ നിന്നാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അർജുന വിഷാദ യോഗം, അർജുനന്റെ സങ്കടങ്ങൾ ഭഗവാനോട് പറയുകയാണ് ഒന്നാം അധ്യായത്തിൽ. അർജുന വിഷാദ യോഗം, അർജുനൻ വളരെ വിഷാദത്തോടെ, വളരെ സംശയത്തോടെ, വളരെ ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ഭക്തരുടെ തളർച്ച വൻ വിജയങ്ങൾ നേടുന്നതിന് മുൻപുള്ള ഭഗവാന്റെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ട്രെയിനിങ് ആണ്. ആത്മീയവും ഭൗതികവുമായി വിജയിക്കുന്നതിന് മുൻപ് ആ ഭക്തനെ കൂടുതൽ മെച്യൂർ ആക്കാൻ ഭഗവാൻ തന്നെ ഒരുക്കുന്ന സിറ്റുവേഷൻസ് ആണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അർജുനൻ കടന്നു പോകുന്നത്. യുദ്ധം ചെയ്യണമോ വേണ്ടയോ, യുദ്ധം ചെയ്താൽ പാപം കിട്ടുമോ, ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയെല്ലാമുള്ള ഒരു സംശയത്തിലാണ് അർജുനൻ നിൽക്കുന്നത്. ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗമാണ്. യുദ്ധഭൂമിയിൽ അർജുനൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ടെൻഷനും സംശയങ്ങളും എല്ലാമാണ് ഈ അധ്യായത്തിലുള്ളത്. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഞാൻ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന്. നമുക്കും ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സമ്മർദ്ദങ്ങൾ നിറഞ്ഞ സിറ്റുവേഷൻസ് ഉണ്ടാവും. ജോലി സ്ഥലത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സോഷ്യലി ആണെങ്കിലും. അർജുനന്റെ പോലത്തെ അതേ സിറ്റുവേഷനിൽ നമ്മളും പെടാറുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീത പറയുന്നത്. അർജുനൻ ഒരുപാട് സംശയങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നു ഈ അധ്യായത്തിൽ. ആദ്യത്തെ അധ്യായത്തിൽ ഭഗവാൻ ഒന്നും പറയുന്നില്ല, എല്ലാം കേട്ട് നിൽക്കുകയാണ്. രണ്ടാം അധ്യായം മുതൽ ഭഗവാൻ പറയുന്നു. അപ്പൊ അർജുനൻ നമ്മളെ റെപ്രസെന്റ് ചെയ്താണ് അവിടെ നിൽക്കുന്നത്. അർജുനന് യുദ്ധം ചെയ്യാനുള്ള ഭയമോ തോക്കുമെന്ന പേടിയോ ഇല്ല. ഇപ്പൊ ഭഗവത്ഗീതയിലെ ഒന്നാം അധ്യായം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഭഗവത്ഗീതയിലെ ഏറ്റവും അധ്യായത്തിലെ ലാസ്റ്റത്തെ വരി ഒന്ന് കേൾക്കാം. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ. എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ വില്ലാളി വീരനായ അർജുനനുണ്ടോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും നീതിയുമുള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയാണ് ഭഗവത്ഗീത അവസാനിക്കുന്നത്. വിജയം ഉറപ്പാണെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നു അർജുനന്. എന്നിട്ടും അർജുനൻ എന്തുകൊണ്ട് വിഷമിക്കുന്നു? കാരണം അർജുനന്റെ ഉള്ളിലെ കാരുണ്യം കൊണ്ടാണ് അർജുനൻ വിഷമിക്കുന്നത്. അർജുനന് യുദ്ധം ചെയ്യാൻ യാതൊരു ഭയവുമില്ല, ഒപ്പം ഭഗവാനുമുണ്ട്. എന്നിട്ടും ഒരു മഹാഭക്തനായ അർജുനന് മറ്റുള്ള ജനങ്ങളെ ഓർത്തുള്ള കാരുണ്യം കൊണ്ടാണ്. അർജുനൻ വളരെ ഹയർ കോൺഷ്യസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു യുദ്ധം നടന്നാൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. സ്ത്രീകളും കുട്ടികളും അനാഥരാകും, പിന്നെ അധർമ്മം ഉണ്ടാവും, ഒരുപാട് പേര് ദുഃഖിക്കേണ്ടി വരും. ഇതെല്ലാം ഓർത്താണ് അർജുനൻ സങ്കടപ്പെടുന്നത്. ഇപ്പോൾ ദുര്യോധനനോ ദുശാസനനോ കർണനോ ആണെങ്കിൽ അവർക്കൊന്നും ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കൊന്നും അർജുനന്റെ അത്ര ഒരു ഹയർ കോൺഷ്യസ് ഇല്ല. ഭാവിയെ കുറിച്ചുള്ള ഒരു ആലോചനയോ ഒന്നും അവർക്കില്ല. മറ്റുള്ള ഭാവിയിലെ ഇനി വരാൻ പോണ ജനറേഷൻ എങ്ങനെ ജീവിക്കും, യുദ്ധം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും അവസ്ഥ, ഇതൊന്നും കൗരവസേനയിലെ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ അർജുനൻ വളരെ ഹയർ കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ഭാവിയെയും പറ്റിയും ചിന്തിക്കുന്നു, ജനങ്ങളുടെ അവസ്ഥയെ പറ്റി ചിന്തിക്കുന്നു, തൻ്റെ സ്വന്തം ആത്മീയ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നു. യുദ്ധം ചെയ്യാൻ അർജുനന് യാതൊരു ഭയവുമില്ല. കാരണം അർജുനൻ എന്ന ജീവാത്മാവ് തന്നെ വളരെ ശക്തനായ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല പരമാത്മാവായ ഭഗവാൻ കൂടെയും ഉണ്ട്. അപ്പം അർജുനന് വിജയം ഉറപ്പാണ്. ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകം തന്നെ അർജുനനും കൃഷ്ണനും ചേർന്നാൽ അവിടെ വിജയമുണ്ട് എന്ന് പറഞ്ഞാണ് ഭഗവത്ഗീത അവസാനിക്കുന്നത്. നമേ ഭക്ത പ്രണശ്യതി എന്നും ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, എന്റെ ഭക്തന് നാശമേ ഇല്ലെന്ന്. അപ്പൊ അർജുനൻ ഇത് ഓൾറെഡി അറിയാം. പക്ഷെ അർജുനന്റെ ആ കാരുണ്യം കൊണ്ടാണ് അർജുനൻ സങ്കടപ്പെട്ടിരിക്കുന്നത്.
ഇപ്പം അർജുനന് ഏറ്റവും ഫേവറേറ്റ് ആയ ഗാണ്ഡീവം പോലും ഉയർത്താൻ അർജുനന് പറ്റാത്ത രീതിയിൽ അർജുനന് അത്രയും ടെൻഷനും ദുഃഖവും തോന്നുന്നു. അപ്പൊ അർജുനന്റെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഭഗവാനോട് അർജുനൻ ചോദിച്ച സംശയങ്ങൾ? 1-ാം അധ്യായത്തിൽ 32-33 ശ്ലോകത്തിൽ അർജുനൻ പറയുന്നു, ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഈ ജീവിതം കൊണ്ടു തന്നെയും ഞങ്ങൾക്ക് എന്തു പ്രയോജനം? ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാഗണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശുശ്രൂഷരന്മാർ, ശ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിന് അവരെ കൊല്ലണം? അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്തു സുഖം കിട്ടാനാണ്? 36-ാം ശ്ലോകം 1-ാം അധ്യായത്തില, ആക്രമികളായ ഇവരെ കൊന്നാൽ ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. ധൃതരാഷ്ട്ര പുത്രന്മാരെയും സുഹൃത്തുക്കളെയും ഹിംസിക്കുക എന്നത് നമ്മൾക്കുചിതമല്ല. അല്ലയോ മാധവ, സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? 39-ാം ശ്ലോകം, വംശം നശിക്കുന്നതോടുകൂടി ഏറെ കാലമായി പുലർത്തിപ്പോന്ന ധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. 46-ാം ശ്ലോകം, സഞ്ജയൻ പറഞ്ഞു, അർജുനൻ രണാങ്കണത്തിൽ വെച്ച് ഇത്രയും പറഞ്ഞിട്ട് വില്ലും ശരങ്ങളും താഴെയിട്ട് അത്യന്തം ദുഃഖിതനായി തേരിൽ ഇരിപ്പായി. ഇവിടെ അർജുനന്റെ കാരുണ്യമാണ് കാണേണ്ടത്. അർജുനൻ യുദ്ധം ചെയ്യാൻ പേടിക്കുന്നില്ല. കാരണം അർജുനൻ എന്ന ജീവാത്മാവ് വളരെ ശക്തനായ വ്യക്തിയാണ്. ഒപ്പം പരമാത്മാവായ കൃഷ്ണനും കൂടെയുണ്ട്. എന്നിട്ടും യുദ്ധം ചെയ്യാതെ നിൽക്കുന്നത് അത് അർജുനന്റെ ആ കരുണ കൊണ്ടാണ്. കൗരവന്മാരോടും എല്ലാം ക്ഷമിക്കാൻ റെഡിയായ അർജുനൻ നിൽക്കുന്നു. ഒരു ഭാവി തലമുറ എന്താകും? സ്ത്രീകളും കുട്ടികളും എങ്ങനെ ജീവിക്കും? ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത് ഒരു രാജാവിന് വേണ്ട എല്ലാ യോഗ്യതകളും അർജുനനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർജുനന് താല്പര്യമില്ലെങ്കിലും അർജുനനെ അല്ലെങ്കിൽ പാണ്ഡവരെ അധികാരത്തിലേറ്റാൻ ഭഗവാൻ തീരുമാനിക്കുന്നത്. കാരണം അത്തരം യോഗ്യതകളൊന്നും കൗരവപക്ഷത്തുള്ളവർക്കില്ല. അവർക്കെല്ലാം സ്വന്തമായ ആശയങ്ങൾക്ക് വേണ്ടിയാണ് അവർ യുദ്ധത്തിന് വന്നിട്ടുള്ളത്. എന്നാൽ അർജുനൻ ഭാവിയെ പറ്റി ആലോചിക്കുന്നു, ധർമ്മത്തെ പറ്റി ആലോചിക്കുന്നു, ഭാവി തലമുറയെ പറ്റി ആലോചിക്കുന്നു. ഇതെല്ലാമാണ് ഒരു രാജലക്ഷണം. രാജർഷികൾ എന്ന് പറയും. അത്തരത്തിലുള്ളവരാണ് രാജ്യം ഭരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അർജുനന് ആഗ്രഹമില്ലെങ്കിലും യുദ്ധം ചെയ്യാനും അധികാരത്തിൽ അർജുനൻ വരാനും ഭഗവാൻ തീരുമാനിക്കുന്നത്. അർജുനന്റെ ഇത്തരം സംശയങ്ങളിലൂടെയാണ് 1-ാം അധ്യായം തുടങ്ങുന്നത്. നമ്മൾ പഠിച്ചാലും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. എങ്കിലും ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം ആ പ്രശ്നങ്ങളിലും നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കും. അർജുനൻ യുദ്ധം ചെയ്തതുപോലെ. ഇനി ഭഗവത്ഗീത മാഹാത്മ്യം അത് നോക്കാം. ഗീത അധ്യയനശീലസ്യ പ്രാണായാമ പരസ്യ ച നൈവ സന്ധിഹി പാപാനി പൂർവജന്മകൃതാനി ച. ആത്മാർത്ഥമായി ഗൗരവമായി ഭഗവത്ഗീത വായിക്കുന്ന ഒരാളെ ഭഗവത് കരുണയാൽ മുമ്പ് ചെയ്ത പാപങ്ങളുടെ ഫലം ബാധിക്കുകയില്ല. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. ഗീതാ മാഹാത്മ്യം 3. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷനാൽ ഉപദേശിക്കപ്പെട്ടതാകയാൽ മറ്റൊരു വേദസാഹിത്യവും പഠിക്കേണ്ടതില്ല. ഭഗവത്ഗീത ശ്രദ്ധയോടും കൃത്യനിഷ്ഠയോടും കൂടി ശ്രവിക്കുകയും വായിക്കുകയും ചെയ്താൽ മതി.
ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രവിനിശ്രുതം ഗീതാംഗം ഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാൻ? മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണത്. ഗീതാമാഹാത്മ്യം 5. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുക്തം ഗീതാമൃതം മഹത്. ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുക്കളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന് പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അത് അമൃത തുല്യ ദുക്തമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്യാ കർമാണി ഭൂരിഷ ജീവൻ മുക്തസ്സ വിജ്ഞേയോ ദേഹാന്തേ പരമം പദം. അനേക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിലും യാതൊരുവൻ ഗീതാർത്ഥത്തെ നിത്യവും ധ്യാനിക്കുന്നുവോ അവൻ ജീവൻ മുക്തനാണെന്ന് ധരിച്ചുകൊള്ളണം. അവസാനത്തിൽ പരമപദം അവന് ലഭിക്കും. ഭീഷ്മർ, ദ്രോണർ എന്നിവരാകുന്ന തീരങ്ങൾ, ജയദ്രഥനാകുന്ന ജലം, ഗാന്ധാരനാകുന്ന നീലപ്പാറ, ശല്യരാകുന്ന മുതല, കൃപരാകുന്ന പ്രവാഹശക്തി, കർണനാകുന്ന വേലിയേറ്റത്താൽ കലക്കം, അശുദ്ധാത്മാവ് വികർണൻ എന്നിവരാകുന്ന ഭയങ്കര മത്സ്യങ്ങൾ, ദുര്യോധനനാകുന്ന ചുഴിക്കുത്ത്, ഇവയോടുകൂടിയ യുദ്ധമാകുന്ന ഭയങ്കര നദിയെ പാണ്ഡവന്മാർ കടന്നത് കടത്തിവിടാൻ ബ്രഹ്മാവ്, ശിവൻ ഇവരുടെയും രക്ഷിതാവായ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായതുകൊണ്ടാകുന്നുവല്ലോ. ഈ ഭഗവാനെ ആശ്രയിക്കുന്നവർ സംസാര സമുദ്രത്തെയും കടക്കും. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. യാതൊരുവന്റെ കാരുണ്യം മൂകനെ വാഗ്മിയും മുടന്തനെ മല കയറ്റുന്നവനുമാക്കി തീർക്കുന്നുവോ. പരമാനന്ദമൂർത്തിയും മായാവിനാഥനുമായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു. അസാധ്യത്തെ സാധിപ്പിക്കുവാനും അലഭ്യത്തെ ലഭിപ്പിക്കുവാനും സമർത്ഥനും കരുണാനിധിയുമായ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നുവെന്ന് സാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.